കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാതെ വെറുതെ ഒരു വൈകുന്നേരം നമ്മൾ പോയ സ്ഥലമാണ് സുനിൽസ് വാക്സ് മ്യൂസിയം. അത് പക്ഷേ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് നല്ല മനസ്സ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പേ എടുത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് ഇടാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പുതിയ മെഴുകു പ്രതിമ അവിടെ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ വാർത്ത വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തിരുന്നല്ലോ എന്ന്. അപ്പോൾ എനിക്കന്ന് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. എന്ത് നന്നായിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ഡീറ്റെയിൽസും ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചെറുവിരൽ പോലും മീൻസ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലും സിനിമയിലും സ്പോർട്സിലും ഒക്കെ തിളങ്ങിയ ആളുകളുടെ എല്ലാം അല്ല, അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രതിമകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അന്ന് എനിക്കിത് കാണാൻ പോകാൻ പ്രചോദനമായത് കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ പ്രതിമ ഉണ്ടാക്കിയ സമയത്ത് അതൊരു വാർത്തയായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ യുദ്ധത്തിൽ ട്രിവാൻഡ്രത്ത് ഇത്രയും തൊട്ടടുത്ത് നമുക്ക് ഇത്ര അടുത്തുള്ള സ്ഥലത്തുണ്ടല്ലോ, എന്നൊരു ദിവസം ഒന്ന് പോയി നോക്കാം. വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാണ്. അപ്പോൾ ടിക്കറ്റ് ചാർജും ഒക്കെ വളരെ കുറഞ്ഞ റേറ്റാണ്. എനിക്ക് 100 റുപ്പീസ് എന്തോ ആയിരുന്നു തോന്നുന്നു അന്ന റേറ്റ്. അപ്പം അങ്ങനെ പോയി അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും വലിയ കലാകാരൻ ഇത്രയും നന്നായി ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത്രയും നാളുകളായിട്ടും കാണാൻ പോയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമമായി. കാരണം നമ്മൾ വേറെ പുറത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയി ഇതുപോലത്തെ സാധനങ്ങൾ കാണുകയും അവിടെ എല്ലാം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഉത്സാഹം. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ളതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുമല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞ് വന്നപ്പം എനിക്ക് സന്തോഷമായി. എല്ലാം തന്നെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രതിമകളായിരുന്നു. എല്ലാം നല്ല ഡീറ്റെയിലിങ്ങും എല്ലാമായിരുന്നു. ആക്ച്വലി സുനിൽസ് വാക്സ് മ്യൂസിയം ട്രിവാൻഡ്രത്ത് കിഴക്കേക്കോട്ടയിൽ പ്രിയദർശിനി ഹാളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. യൂഷ്വലി വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ചെന്നപ്പോൾ ആദ്യം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു ഫാമിലി കൂടി വന്നു. നമുക്ക് അങ്ങനെ ക്യൂ നിന്ന് അങ്ങനെയൊന്നും വേണ്ട, വളരെ കംഫർട്ടബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്കെല്ലാം നോക്കി ശരിക്കും കണ്ട് തന്നെ ആസ്വദിച്ച് ഇറങ്ങിപ്പോരുകയും ചെയ്യാം. നമുക്ക് ചില സ്ഥലങ്ങൾ അങ്ങനെയല്ലേ, വലിയ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭംഗി അങ്ങനെ ആസ്വദിക്കാൻ പറ്റാത്ത വരില്ലേ. ഇത് മേ ബി അതുകൊണ്ടുമായിരിക്കാം കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു നല്ല ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ ഇന്ന് സാധിച്ചു.